പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓ പിതാവായ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുനാഥൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ. അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയം എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തോടും ഉടുപ്പിനോടും ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. 14 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വൻ ജീവികളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വൻ ജീവികളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ശാശിനിയാണ് ഈ പറയണത്. സർപ്പം ജന്തു സർപ്പം കേട്ടോ. അത് പല പല പാമ്പുകളുണ്ട് അല്ലേ, അതിൽ വരുന്നതാണ് സർപ്പം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ ജീവികളെക്കാൾ വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു. അപ്പോ ദൈവമായ കർത്താവ് ആദ്യം മണ്ണ് കൊണ്ട് പുരുഷനെ സൃഷ്ടിച്ചു, ആദം. എന്നിട്ട് അവനെ ഏദൻ തോട്ടത്തിലാക്കി. ദൈവമായ കർത്താവ് ദിവസവും അവരുടെ അടുത്തേക്ക് കടന്നു വരുമായിരുന്നു. നമുക്കതറിയാൻ പറ്റും. എങ്ങനെ അറിയാം? അവൻ ഉറക്കം വരുന്ന സമയം. അങ്ങനെ അവന് ചേർന്ന ഇണയെ ദൈവമായ കർത്താവ് അവന്റെ വാരിയൽ ഊരി അവനെ മുമ്പിൽ കൊണ്ടുവന്ന് സ്ത്രീയെ നിർത്തുകയാണ്. ഉടനെ അവൻ പറയുന്നുണ്ട്, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായ പുകഴ്ത്തി പറയുന്നു ഭാര്യനെ പറ്റി. വളരെ സന്തോഷമായി. അങ്ങനെ അവനെ ഏദൻ തോട്ടത്തിലാക്കിയ ശേഷം ദൈവമായ കർത്താവ് ഒരു കൽപ്പന കൊടുക്കുകയാണ്. എന്താണ് കൽപ്പന? എല്ലാ വൃക്ഷത്തിൻ്റെയും പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നടുക്ക് നിൽക്കുന്ന മരത്തിൻ്റെ ഒരു പഴം മാത്രം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. എന്തുകൊണ്ടായിരിക്കും യേശുനാഥൻ ആ ഒരു വൃക്ഷം മാത്രം അവിടെ നിർത്തിയത്? അത് വേരോടെ പിഴുത് കളയാമായിരുന്നല്ലോ യേശു, അല്ലെങ്കിൽ ഉണക്കി കളയാമായിരുന്നല്ലോ. എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്. എന്താണെന്നാ, മനുഷ്യനിലേക്ക് അഹങ്കാരം കയറി. അഹങ്കാരം സാത്താനാണ്. അപ്പൊ ഒരു കൽപ്പന കൊടുക്കണം. എന്താണ് ആ കൽപ്പന? ഈ മരത്തിന്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. ഒരു ഭയം. ദൈവമായ കർത്താവിനെ ഒരു പേടി, ഭയം. ആ മരം കാണുമ്പോൾ കർത്താവിനെ ഓർക്കണം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ത്രിഹൃദയത്തിന്റെ രൂപമുണ്ട് അല്ലെ, പരിശുദ്ധ അമ്മയുടെയും രൂപമുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും അറിയാം? ദൈവം തമ്പുരാൻ, പരിശുദ്ധ മറിയം അല്ലെ, അമ്മ, യേശുവിന്റെ അമ്മ, അങ്ങനെയുള്ള ചിന്തകൾ വരും. അപ്പോൾ ദൈവമായ കർത്താവ് എല്ലാ പഴങ്ങളും ഭക്ഷിക്കാൻ, പക്ഷെ ഒരു മരത്തിന്റെ പഴം മാത്രം നീ ഭക്ഷിക്കരുത്. അതിന്റെ അടുത്ത് വരുമ്പോൾ നീ എന്നെ ഓർക്കണം. ഞാൻ പറഞ്ഞ വാക്ക് നീ കേട്ടിരിക്കണം. ആ കൽപ്പന കൊടുക്കുകയാണ്. ഹല്ലേലൂയ.
യേശുവേ നന്ദി. അത് സ്ത്രീയോട് ചോദിച്ചു. സർപ്പം വന്നിട്ട്, അപ്പൊ ഈ സർപ്പം പിശാചായിട്ട് വരെയും വഴിതെറ്റിക്കാൻ. അത് വരുന്നത് ദൈവകൽപ്പന കൊടുത്തത് ആർക്കാണ്? ആദത്തിന്. അവൻ ഉറങ്ങേയിരുന്നു. അവൻ ഉറങ്ങുമ്പോഴാണ് ഈ സാത്താൻ വന്നിട്ട് ഈ സ്ത്രീയിലൂടെ കൊടുക്കുന്നത്, കെണി വയ്ക്കുന്നത്. അത് വന്നിട്ട് ചോദിക്കണ ചോദ്യം നോക്കിയേ. സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സാത്താന്റെ ആ പാമ്പിന്റെ സർപ്പത്തിന്റെ ചോദ്യം നോക്കിയേ. അവനോടല്ല ചോദിക്കണത്, സ്ത്രീയോടാണ്. സ്ത്രീയെ പെട്ടെന്ന് വീഴിക്കാൻ സാത്താന് കഴിയും. സാത്താന് പെട്ടെന്ന് വീഴിക്കാൻ കഴിയും. പക്ഷെ പുരുഷന് അത്ര പെട്ടെന്ന് വീഴില്ല. വീഴെന്ന് പറയണില്ല, വീഴും. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അതിനൊക്കെ സ്ത്രീകളിൽ അതിലേക്ക് പോവില്ല. പക്ഷെ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ ആ സമയം നോക്കിയാണ് അവൻ വന്നത്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു. ഈ സ്ത്രീ എന്തിനാണ് ഈ സർപ്പത്തോട് ഇതിനു വേണ്ടി സംസാരിക്കുന്നത്? അവൾക്ക് പോയി പറയാറുന്നില്ലേ, എന്റെ ഭർത്താവുണ്ട്, അവൻ വന്ന് നിന്നോട് സംസാരിക്കാം? അത് പറഞ്ഞില്ല. അവള് അവിടെ നിന്നുകൊണ്ട് സർപ്പത്തോട് സംസാരിക്കാൻ തുടങ്ങി. കിട്ടിയ സമയം സർപ്പം മുതലെടുത്തു. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ സ്ത്രീ സർപ്പത്തോട് കൊഞ്ചി പറയുന്നു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്. ഇത്രയും പറയേണ്ട ആവശ്യമുണ്ട്. ഇത് ദൈവമായ കർത്താവ് പറഞ്ഞതാണ്. ആ വാക്ക് സ്ത്രീ സർപ്പത്തോട് പറയുന്നു. എന്താണ് പറയുന്നത്? തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും എന്നും. ഇത്രയും വരെയാണ് പറഞ്ഞത്. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു. ഉടനെ അടുത്തത് സർപ്പമാണ് സ്ത്രീയോട് പറയണം, പാചകം അടിക്കണം, നിങ്ങൾ മരിക്കുകയില്ല. ഈ ഒരു രംഗം ഇവിടെ ചിന്തിച്ചു ധ്യാനിച്ചു നോക്കിയ, നിങ്ങൾ മരിക്കുകയില്ല. ഞാൻ പറയണതാണ് ശരി, ദൈവം പറയണത് ശരിയല്ല. സാത്താന്റെ അടവ് കണ്ട. ഇതാണ് ഓരോ കുടുംബത്തിലും നടക്കുന്ന ഏറ്റവും വലിയ കൗശലമായ സാത്താന്റെ കിങ്കരന്മാരുടെ വർത്താനം. ദൈവം പറഞ്ഞിട്ടുണ്ട്, സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും എന്നും അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും ദൈവത്തിനറിയാതാണ് അവൻ പറഞ്ഞു. എന്നെ വാക്ക് നോക്കിയാണ് കുടുക്കണം, അങ്ങോട്ട് കുടുക്കി കളയണം. ഈ ചില സീരിയലുകൾ നമ്മൾ കണ്ടിന്യൂസ് കാണുന്നുണ്ടല്ലേ, അത് നോക്കിക്കോ. ഇതുപോലെ തന്നെയാണ്, നുണക്കഥകളാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവരെ അത് സ്റ്റോപ്പ് ചെയ്ത് കളയും. നല്ല രംഗം വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയാ, കൊതിച്ച് അടുത്ത എന്തായിരിക്കും നിങ്ങൾ ദാഹിച്ചിരിക്കുമ്പോഴായിരിക്കും അടുത്ത ഭാഗം നാളെ. അപ്പോഴത്തേനും മൂടെല്ലാം പോയി. അതുവരെ നല്ല ഇൻട്രസ്റ്റില് മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും സമയമായി പോയി, അരമണിക്കൂർ കഴിഞ്ഞു. എനിക്ക് പിറ്റേ ദിവസം അതിന്റെ ബാക്കി ഭാഗം കാണാനായിട്ട് ആ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. 7:30 7 മണി മുതലേ കയ്യിൽ വാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലോക്കിൽ നോക്കിയിട്ട് നോക്കും. 7:30 ആയി, 7:15 ആയി, തുടങ്ങാറായിട്ടാ. ഓക്കെ, ആ നുണക്കഥ കാണാനുള്ള ദാഹം ആരായിരിക്കും അപ്പൊ ഉള്ളിലുള്ളത്? യോഹന്നാന്റെ സുവിശേഷം 8:44. നുണയനും നുണയുടെ പിതാവുമാണ് അവൻ. അത് കാണാനും ആസ്വദിക്കാനും നമ്മളെ ഹൃദയം ജ്വലിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കും നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നത്?
എന്നാലോചിച്ച് നോക്കിയേ. അതിന് 1-ാം സ്ഥാനം കൊടുത്തേക്കാണ്. അതേസമയം ലോകം മുഴുവനും 7 മണിക്കാണ് ജപമാല ചൊല്ലണത് എല്ലാ കുടുംബങ്ങളിലും അല്ലേ. ചിലപ്പോൾ അത് 6 മണിക്കാകും. ഞാൻ ചൊല്ലുന്നത് 6 മണിക്കാണ്. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞു വന്ന 7 മണിയാണ്. ആ 7 മണിയുടെ ജപമാല എന്നുള്ളത് കൃത്യം 7 മണിക്ക് ചൊല്ലണമെന്നില്ല. അത് 6 മണിക്ക് ചൊല്ലിയിട്ട് 7:15 7:30 തീർത്താലും നല്ല കാര്യമാണ്. ചിലപ്പോൾ 6:30 തീർന്നു. പക്ഷെ അങ്ങനെ ചെയ്യില്ല. കാര്യം എന്താണെന്നാ, നേരത്തെ കണ്ടുകൊണ്ട് സീരിയല് കാണണമല്ല. അതുകൊണ്ട് കുരിശ് വരിച്ചുകൊണ്ട് കഴിയും. പെട്ടെന്ന് കുരിശ് വരിച്ച് തീർക്കാന്ന് പറയും. 1-ാം സ്ഥാനം കൊടുക്കുന്നത് ആർക്കാ? നൊണയുടെ ആത്മാവിനാണ്. നേരത്തെ കുരിശ് വരിച്ചിട്ട് സിനിമ കാണാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് പറഞ്ഞാൽ അത് തിന്നണ ദിവസം എനിക്ക് കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ കണ്ണങ്ങോട്ട് തുറക്കും. ഇതൊരു വലിയ നോണയാണ് അങ്ങോട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. ദൈവമായ കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവൻ പറഞ്ഞ് പരത്തണണ്ട. നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവം പറയണ പോലെ സംസാരിക്കാനും പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ അങ്ങോട്ട് വീണുപോയി. സാധാരണ ഒരു ഇഞ്ചക്ഷൻ കുത്തിയാണ് കഴിക്കണം. ഹല്ലേലൂയ. ദൈവത്തിനറിയാം പറയണം. ദൈവത്തിനറിയാം. നിങ്ങളുടെ കണ്ണ് തുറക്കുകയും ചെയ്യും. ഇത് ഭക്ഷിക്കുന്ന ദിവസം ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം നിന്നോട് പറഞ്ഞത് ഈ വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് പറയാനുള്ള കാരണം എന്നൊക്കെ ഈ സർപ്പം സ്ത്രീയോട് പറയണം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും ആണ്. ആസ്വാദ്യവും കണ്ണിന് കൗതുകവും, കാണാൻ നല്ല ഭംഗിയാണ് ആ പഴം. അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് പറഞ്ഞ് നീ ഇത് തൊടുക പോലും ചെയ്യരുത്, ഭക്ഷിക്കാനേ പാടില്ല, തൊടുകയും ചെയ്യരുത്. തൊട്ടുപോലെന്ന് പറഞ്ഞാൽ തൊട്ട് നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ വീണ്ടും പറയുന്നു, അറിവേകാൻ കഴിയുമെന്നതിനാൽ ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. എന്താ? അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭിഗമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. സാത്താൻ നിങ്ങൾ വന്നിട്ട് അങ്ങോട്ട് തീറ്റിക്കാണ്. തിന്നു നോക്ക്, ഒന്ന് രുചിച്ചു നോക്ക്. ഇതുപോലെ തന്നെയാണ് മദ്യം. ഒരിക്കലും കുടിക്കാത്ത ഒരു മകൻ, ഒരു മകൾ, ആ കുടിയനായ ഫ്രണ്ട് പറയും, ഒന്ന് ലേശം ഒരു ടീസ്പൂൺ ടേസ്റ്റ് നോക്ക്. എന്നിങ്ങനെ അതിൻ്റെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നൊന്ന് നോക്ക്, മണത്ത് നോക്കുക. ആദ്യം പറയും മണത്ത് നോക്കാൻ പറയും. മണമുണ്ട? ആ, ഒരു ഗ്യാസ് ചാരായത്തിന് മണം ഭയങ്കര. അന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു ടീസ്പൂൺ കുടിച്ചാൽ വേണ്ടെന്നൊക്കെ പറയും. ഇല്ലല്ല, ഒരു ടീസ്പൂൺ ഉടനെ ഒന്ന് ഇച്ചിരി കടിച്ചേക്കാൻ ഒരു ഉടനെ എങ്ങനെയുണ്ട് ഒരു ഗ്യാസ് നല്ലൊരു രസമായിട്ട് തോന്നലുണ്ട്. ആ, എന്നാൽ ഇത് കഴിക്കട്ടെ. ഇത് മുട്ട ഒഴുകിയത് അല്ലെങ്കിൽ മീൻ വറുത്തത് ഇത് കഴിക്കും. ഇനി ഒരു കൂടെ കഴിക്കും, ഒന്നും കൂടെ കടിച്ചു. ഇങ്ങനെ അവനെ അങ്ങോട്ട് വീഴ്ത്തിയാണ് മറ്റവൻ. ഇങ്ങനെ അങ്ങോട്ട് വീഴ്ത്തിയാണ്. ഇതുപോലെ തന്നെയാണ് കഞ്ചാവും മയക്കുമരുന്നും. ഒരു പുക വലിക്കാത്തവനായിരിക്കും, അവനെ കൊണ്ട് പുക വലിപ്പിക്കുകയാണ്. ഒരു പുക നീ വെറുതെ ഇതുവരെ വലിച്ചിട്ടില്ലല്ലേ, അന്ന് 1 പ്രാവശ്യം ഒന്ന് വലിച്ചു നോക്കി. അങ്ങനെ ഉണ്ടെന്ന് നോക്ക്. വെറുതെ നീ ഒരിക്കലും വലിക്കണ്ട. അല്ലെങ്കിൽ 1 പ്രാവശ്യം നീ ഇത് മൂക്കിലേക്കൊന്ന് മണത്ത ഈ പൊടി ഒറ്റ പ്രാവശ്യം പിന്നെ വേണ്ട. നമ്മൾ പിന്നെ കാണാൻ വേണ്ട. നമ്മൾ പോയി നിർബന്ധിച്ച് അങ്ങോട്ട് മയക്കുമരുന്ന് അതേക്ക് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അവനതിന് അടിമയായി. ആ നേരം വരുമ്പോ അവൻ വീണിരിക്കും അതിൽ. ഹല്ലേലൂയ. ഈ പഴം തിന്ന പോലെ തന്നെയാണ് അതും. അവള് പറിച്ചു തിന്നു. എന്നിട്ട് അവളെന്ത് ചെയ്ത് ഓടിക്കൊണ്ടായിട്ട് ഭർത്താവിനും കൊടുത്തു. എങ്ങനെയുണ്ട്? ഭർത്താവ് അവിടെ ഇരിക്കുക കിടക്കേറ്റിരുന്നു. അത് തട്ടി ഉണർത്തി, എഴുന്നേക്ക്. ഈ പഴം നിന്ന് അതിന്റെ കണ്ണൊക്കെ തുറക്കും. ദൈവത്തെ പോലെ ആകും നമുക്ക്.
തിന്ന്. അവൻ വേഗം ഭാര്യയല്ലേ, അവൻ മേടിച്ചവർ കഴിച്ചു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവളും തിന്നു, അവനും തിന്നു. ഭർത്താവിന്റെ വാക്കിനെ തട്ടിക്കളഞ്ഞു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. സർപ്പം പറഞ്ഞത് കറക്റ്റായിരുന്നല്ലേ? ഇത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. പിന്നെന്താ സംഭവിക്കാൻ പോണത്? ദൈവത്തെ പോലെ ആകുമെന്ന് അവർ നുണ വെച്ചു കൊടുത്തു. പക്ഷെ ദൈവത്തെ പോലെ അല്ല അവരായത്. എന്താണെന്ന് നോക്കിയോ? താങ്കൾ നഗ്നനാണെന്ന് അവരറിഞ്ഞു. കണ്ണങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് നാണം വന്നു, മ്ലേച്ഛത വന്നു, തുണി കൊടുക്കണം എന്നുള്ള ഇതൊക്കെ വന്ന് പെട്ടെന്ന് സ്വഭാവം അങ്ങോട്ട് മാറി. സാത്താൻ പറഞ്ഞതല്ല വന്നത്, കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോഴത്തേനും അതുവരെ അവർക്ക് നാണം വന്നില്ല, ലജ്ജ വന്നില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. താങ്കൾ നഗ്നനാണെന്ന് അവർ അറിഞ്ഞു. അപ്പോൾ അതിനു മുമ്പൊന്നും ഇവർ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ല, കർത്താവായ ദൈവം എന്തോടത് ഒന്നിപ്പിച്ച് കേട്ടിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ഇത് തിന്നു കഴിഞ്ഞപ്പോ അവര് നഗ്നരാണെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി. നാണം വന്ന് പിന്നെ ഭാര്യക്ക് ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ലജ്ജ വരാൻ തുടങ്ങി, നാണം വരാൻ തുടങ്ങി. ഉടനെ അവര് എന്ത് ചെയ്ത് നോക്കിയപ്പോ അത്തിവൃക്ഷത്തിന്റെ ഇലയുണ്ട്, ഇച്ചിരി വീതിയുള്ള ഇലയാണത്. അത് പറിച്ചെടുത്തിട്ട് അങ്ങോട്ട് തുന്നി. ഇവര് എന്തുകൊണ്ട് തുന്നി? ഈർക്കിലി പോലെ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇതാക്കി തുന്നി അതൊരു വസ്ത്രം പോലെ അങ്ങോട്ട് ആക്കി അരയിൽ. അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി. ആദ്യം അവർ അരക്കച്ച ഉണ്ടാക്കി അവരുടെ അര മറക്കാൻ തുടങ്ങി. സാത്താൻ ചെയ്ത കെണി കണ്ട. ഹല്ലേലൂയ. എന്നിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അത് എത്ര നേരം നിൽക്കും? വെയിൽ ഏറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ പുല്ലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. വെയിൽ ആറിയപ്പോൾ, നല്ല വെയിലത്താണല്ലോ ഇവര് ഇതൊക്കെ തുന്നിക്കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ വെയിൽ അറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ പുല്ലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. അപ്പൊ ദിവസവും കർത്താവ് ഇവരെ തേടി ഇങ്ങോട്ട് വരുമായിരുന്നു. മനുഷ്യനെ തേടി വരണ ദൈവമായ കർത്താവ്. ആലോചിച്ച് നോക്കി. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പോലും കാണാൻ പറ്റണില്ല. എത്ര പരിശ്രമിച്ചിട്ട് കർത്താവിനെ കാണാൻ. ഒന്നും അങ്ങനെയല്ല. ദൈവമായ കർത്താവ് ഇങ്ങോട്ട് അന്വേഷിച്ചു വരണം. ആദം, നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട് വരെയും. ഇപ്പൊ നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട ഗതിയുണ്ട്. പാവം മൂത്ത്, പാവം പെരുകി, മണ്ണൊക്കെ ഭൂമി ഭാരം കൊണ്ട് നിറഞ്ഞ് പാപം മൂലം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ പുല്ലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. അപ്പൊ ഈ നടക്കണ സൗണ്ട് ഉണ്ടല്ലോ, അത് ദിവസവും അവർ കേൾക്കുമായിരുന്നു. അതാണല്ലോ ഈ പ്രാവശ്യം കേട്ടത്. അങ്ങനെ കേട്ടപ്പോ അവർക്ക് എന്താ തോന്നിയത്? ഇന്നാണ് പഴം കഴിച്ചത്. ഇന്നലെയൊക്കെ കർത്താവ് വരണത് കേട്ടപ്പോൾ അവർ സന്തോഷിച്ച് ഓടി അങ്ങോട്ട് ചെല്ലുമായിരുന്നു. യേശു തമ്പുരാൻ വരുന്നുണ്ട്, ദൈവം വരുന്നുണ്ട്, നമ്മളോട് സംസാരിക്കാൻ, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ. എങ്ങനെയാണ്, സുഖമാണോ? ദിവസം വരണം എന്തിനാ? ഒരു ആള് പുതിയതായിട്ട് ഒരു വീട്ടിൽ താമസിച്ചാൽ ചിലപ്പോൾ അവരുടെ സ്വന്തക്കാർ അതെടുത്ത് ആൾക്കാർ അന്വേഷിക്കുമല്ലോ, എങ്ങനെയുണ്ട് ജീവിതം, സുഖമാണോ, വെള്ളം ഉണ്ടാ, കരണ്ട് ഉണ്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ കർത്താവ് ഏതൊക്കെ ഇവരാക്കിയ ശേഷം ദിവസം വരായിരുന്നു. പക്ഷെ അന്ന് അത്തിയില കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഇവര് അവിടെ ഇരുന്നപ്പോ കർത്താവ് വന്നതിന്റെ കാലൊച്ച ഇവര് കേൾക്കണം. ഹല്ലേലൂയ. കേട്ടു. പുരുഷനും ഭാര്യയും കേട്ടോ, പ്രത്യേകം എഴുതിയേക്കണം. 8-ാം വാക്യം. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി. 8-ാം വാക്യത്തിൽ പുരുഷൻ, സ്ത്രീ രണ്ടുപേരും ഈ കാലൊച്ച കേട്ടപ്പോഴത്തേനും ഓടിക്കളഞ്ഞവരാണ്. കർത്താവിനെ കാണണ്ട, കർത്താവിൽ നിന്ന് അകലെയാണ്. ഇനി നീ ഞങ്ങളുടെ അടുത്ത് വരണ്ട, കാണണ്ടെന്നുള്ള ആ ചിന്തയിൽ ഇവര് ഓടിയിട്ട് തോട്ടത്തിലെ
മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പാപം ചെയ്യുന്നവൻ ഒളിക്കും. അന്ന് ഒളിച്ചത് ഇന്നും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഒളിക്കാൻ ഒരു സാധനം. അവർ പോയി ഒരു മരത്തിന്റെ കൂട്ടത്തിനകത്തോട്ട് പോയിട്ട് കാട്ടിനകത്ത് കയറി ഒളിച്ചിരുന്നു. കർത്താവ് അന്വേഷിച്ച് വരെയാണ്. അവിടെ നിന്ന് പുരുഷനെ വിളിച്ചു. കണ്ട, ആരെയാണ് വിളിച്ചത്? ആദ്യം ജീവൻ കൊടുത്തത് ആർക്കാണ്? സ്ത്രീക്കാണ്, പുരുഷനാണ്? പുരുഷന്. കളിമണ്ണ് കൊണ്ട്, പൊടി കൊണ്ട് മനുഷ്യനെ നനഞ്ഞ് അവന് ജീവശ്വാസം ഊതി അവനെ ജീവിപ്പിച്ചു കർത്താവ്. അവനെ വിളിക്കണ് കർത്താവ്. വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? എങ്ങനെ വിളിച്ചത്? ആദം, നീ എവിടെയാണ്? അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. എന്താ? തോട്ടത്തിൽ അങ്ങ് നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ ഇന്നലെ വരെ നീ കേട്ടപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നെന്ത് പറ്റി? നീ എവിടെയാണ്? കർത്താവ് ദിവസവും വരുമ്പോ ഒരു സ്ഥലത്തായിരിക്കും ഇവിടെ ഇരുന്നത്. അങ്ങനെ വന്നപ്പോ അവിടെ കാണുന്നില്ല കർത്താവ്. ഉടനെ കർത്താവ് വിളിച്ച്, നീ എവിടെയാണ്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്. അവൻ വിളി കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. കർത്താവിനോട് പുരുഷൻ പറയുന്നു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് വിറച്ച് ഒളിച്ചതാണ്. നോക്കിയേ, അവിടെ നിന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? കർത്താവിന് തോന്നിയിട്ടില്ല ഈ രണ്ടുപേരും നഗ്നനാണെന്നും. അവർക്കും തോന്നിയില്ല. പക്ഷെ ഇന്ന് തോന്നി. ഇന്ന് അത്തിയില കൊണ്ട് നിങ്ങൾ വസ്ത്രം തുന്നി ചേർത്തപ്പോൾ നിങ്ങളുടെ നാണം മാറി. നിങ്ങൾക്ക് തോന്നി, ഭയന്ന്, കർത്താവിനെ കണ്ടപ്പോ ഭയന്ന് വിറച്ച് അവർ ഒളിച്ചിരുന്നു. ഹല്ലേലൂയ. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, 11-ാം വാക്യം, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? ദൈവമായ കർത്താവ് ചോദിക്കണല്ല, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? ഇത് നമ്മുടെ കുടുംബജീവിതത്തിലെ അതിപ്രധാനമായിട്ടുള്ളൊരു വാക്കാണ്. എന്താന്നാ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ബലിപീഠത്തിൽ വെച്ചിട്ട് ദൈവമായ കർത്താവ് ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഏക ശരീരമാക്കി മാറ്റിയിട്ടുണ്ട്. അവന്റെ മരണം വരെ ഇവൾ അവനെ തുണയായിരിക്കും. തെറ്റുകൾ പറ്റും, പറ്റാതിരിക്കില്ല, ഒരു കാരണവശാലും പറ്റില്ല. ഇവർക്ക് പറ്റിയണ്ട, ആദത്തിനും അവയ്ക്കും. അവൾ കൊണ്ടുപോയി പഴം കൊടുത്തു, അവനും തിന്നു. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നൊക്കെയാണ് ഇനി പറയാൻ പോണത്. ഇതൊരു വഴക്കിന്റെ വാക്കല്ല അത്. അപ്പൊ അതും അവിടെ ഉണ്ട്, അതൊക്കെ ജീവിതത്തിലുള്ളതാണ്. പക്ഷെ ഒരിക്കലും വേർപിരിയാൻ പാടില്ല ഒരു കാരണവശാലും. അത് കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അനുവദിക്കില്ല. എത്ര ദുഷ്ടനായിക്കോട്ടെ, ദുഷ്ടത്തെ ആയിക്കോട്ടെ, ഭാര്യ ഭർത്താവ് വേർപിരിയാൻ പാടില്ല കർത്താവിന്റെ മുമ്പിൽ. വേറെ കെട്ടി സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. കർത്താവിന്റെ മുമ്പിൽ അവർ വ്യഭിചാരം ചെയ്യണം. എത്ര അച്ഛന്മാര് വന്ന് കെട്ടിച്ചാലും ശരി, നോ. കർത്താവ് കൂട്ടി യോജിപ്പിച്ചത് മരണം വരെ അവരെ ഒന്നാം. വേറെ നീ എത്ര എന്ത് പറഞ്ഞ് മാപ്പ് കുമ്പസാരം ചെയ്തോ, കർത്താവ് അംഗീകരിക്കില്ല, മനുഷ്യൻ അംഗീകരിക്കും. കൊടാനിക്കോടി മനുഷ്യർ അംഗീകരിക്കും, വൈദികരെ അംഗീകരിക്കും, വൈദ്യരെ കെട്ടിച്ചു വിടും, പലതും ചെയ്യും. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ ഒരു വ്യഭിചാരം ചെയ്യണം. വ്യഭിചാരം Hosea 5:4 വ്യഭിചാര ദുർഭൂതമാണ് അവരിൽ കുടികൊള്ളുന്നത്. അതും
ഭാര്യ ജീവിച്ചിരിക്കണമെങ്കിൽ അത് ഭയങ്കരമാണ്. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്നാലും കർത്താവിന് മുമ്പിൽ ക്ഷമിക്കാൻ പറ്റില്ല, കർത്താവ് ക്ഷമിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. വെൽഡിംഗ് ആണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിൽ, അവർ ഒറ്റ ശരീരമാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഭാര്യനെ വിട്ടിട്ട് വേറൊരുത്തിയെ വിവാഹം ചെയ്ത് സുഖമായി കഴിയാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ അത് പാപം തന്നെയാണ്. പാപമല്ലെന്ന് ഒരു വ്യക്തിക്കും പറയാനേ സാധിക്കില്ല. കർത്താവിന് കണ്ണിൽ മാറി നിൽക്കാൻ പറ്റില്ല. അവളുടെ കണ്ണീര്, ആദ്യത്തെ ഭാര്യയുടെ കണ്ണീര് അവൻ കുപ്പിയിൽ ശേഖരിക്കും. നീ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. ഹല്ലേലൂയ. പഴം തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിനി തന്ന സ്ത്രീ. ആദം കർത്താവിനോട് പറയണേ, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. അവനവിടെ പാവം ഒരു മൂലക്കേരിക്കായിരുന്നു. കർത്താവിന്റെയൊക്കെ വാചനങ്ങളും മറക്കൊക്കെ കേട്ട് ഇവള് സാധാരണമായി കൂട്ടുപിടിച്ച് പഴവും തിന്ന് കെട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവനും തിന്നു. അവൻ നോക്കിയപ്പോ ഭാര്യയല്ലേ, നല്ല ടേസ്റ്റാണ്, തിന്നു നോക്ക് ചേട്ടാന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുത്തപ്പോൾ അവൻ അങ്ങോട്ട് മയക്കിപ്പോയി. അവനങ്ങോട്ട് തിന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വഭാവം അങ്ങോട്ട് മാറി. കാരണം കർത്താവിന്റെ വാക്ക് അവന്റെ ഹൃദയത്തിലേക്ക് പൊങ്ങി വന്നപ്പോഴത്തേനും അവന് നാണം വന്നു, ലജ്ജ വന്നു. കർത്താവ് തോട്ടത്തിൽ നടക്കണ സ്വരം കേട്ടപ്പോഴത്തേനും ഭയം തോന്നി. ഓടി രണ്ടെണ്ണം കൂടി കാട്ടിനകത്ത് കയറി മരത്തിന്റെ ചുവരിൽ ഒളിച്ചിരുന്നു. കർത്താവ് വിടോ? കർത്താവ് അന്വേഷിച്ച് വരികയാണ്, നീ എവിടെയാണ്? അങ്ങനെ ഞാൻ എവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ തുള്ളിച്ചാടി പെണ്ണിലേക്ക് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയും അത് സംസാരിക്കുകയാണ്. എന്താ പറയണേ? നീ എനിക്ക് തന്ന സ്ത്രീ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ എനിക്ക് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. അവൻ സത്യം തുറന്നു പറയുന്നു. നീയാണല്ലോ എനിക്ക് ഏക ശരീരമാക്കി ഞങ്ങൾ രണ്ടുപേരെ ഒന്നാക്കി മാറ്റി. അവളെന്നെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചു. അവളെനിക്ക് ആ പഴം തന്നു, ഞാനത് തിന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു. ഇപ്പോഴാണ് ഈ സ്ത്രീയോട് ദൈവമായ കർത്താവ് സംസാരിക്കാൻ പോണത് കേട്ടാ. ഇത്രയും ദിവസം കർത്താവ് ഇവരെ അന്വേഷിച്ച് വരുന്ന ദിവസവും അതാണല്ലോ കാലൊച്ച കേട്ടപ്പോൾ ഓടിക്കളഞ്ഞത്, ഭയന്ന് ഓടിക്കളഞ്ഞ്, നാണം വന്ന്, ലജ്ജ വന്ന്. കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? കർത്താവിന്റെ ആ ചോദ്യത്തിന്റെ ഒരു സ്വരത്തിന്റെ ആഴം നോക്കിക്കേ. നീ എന്താണ് ഈ ചെയ്തത്? യേശുനാഥന്റെ ആ ചോദ്യത്തിന് വളരെയധികം വാക്കുകളുണ്ട്. ചോദിക്കണണ്ട, നീ എന്താണ് ഈ ചെയ്തത്? എന്റെ മോളെ, നീ എന്താണ് ഈ ചെയ്തത്? വളരെയധികം തെറ്റാണല്ലോ ചെയ്തത്. കർത്താവിന്റെ ആ വിഷമം കണ്ട, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. അവള് നേരെ തുറന്നു പറഞ്ഞു, സത്യം, സർപ്പം എന്നെ വഞ്ചിച്ചു. ഇവളെന്തിനാണ് ഈ സർപ്പമായിട്ട് തുള്ളാൻ പോയത്? നല്ല കാര്യമുണ്ട്. പാപം എന്നെ വഴി പിശാചി കൊണ്ടുവരുന്നത് നമ്മളറിയില്ല. എത്ര നല്ല ഭക്തനായാലും കൊള്ളേ, വഴി തെറ്റിപ്പോഴാൻ അല്പം സമയം മതി, മനുഷ്യനെ പെട്ടെന്ന് അവൻ വീഴ്ത്തും. ഇത്രയേറെ പ്രാർത്ഥനയിലും വചനത്തിലൂടെയും കർത്താവിന്റെ കൂടെ നിന്നാൽ മാത്രമേ വീഴാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആ പഴം തിന്നു. നോക്കി, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ആ പഴം തിന്നു. അവൾ നേരെ പറഞ്ഞു, ഞാനും തിന്നു, ഞാൻ എന്നെ കെട്ടിയാനും കൊണ്ടുപോയി കൊടുത്തു.
സത്യമല്ലേ? ഹല്ലേലൂയ. ലാസ്റ്റ് ഭാഗം, ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു. അപ്പൊ ആ സർപ്പം ആ തോട്ടത്തിൽ നിൽപ്പുണ്ട്, അവൻ പോയിട്ടില്ല. കർത്താവിനെ നോക്കിയിട്ട് ഈ പിശാചി സർപ്പം തോട്ടത്തിൽ നിൽക്കുകയാണ്. വേണ്ട, ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു. സർപ്പത്തോട് പറയണമെങ്കിൽ സർപ്പം അവിടെ ഉണ്ട്, അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അവൻ കള്ളനാണ്. നമ്മുടെ കുടുംബത്തിൽ ഇവൻ കയറി പറ്റിയിട്ടുണ്ടെങ്കിലല്ല, ഇവന് ഇറങ്ങിപ്പോവില്ല, ഈ വർഗം ഇറങ്ങിപ്പോവില്ല ഒരു കാരണവശാലും. ദൈവമായ കർത്താവ് പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൂടെ അല്ലാണ്ട് ഈ വർഗം പുറത്തു പോകില്ല. നീ എത്ര പ്രാർത്ഥിച്ചോ, എന്തെല്ലാം ചെയ്തോ, ഇവൻ ഈ മൂലയിൽ നിന്ന് ആ മൂലയിൽ പോയിരിക്കും, ആ മൂലയിൽ നിന്ന് ആ മുറി പോയിരിക്കും, ആ മുറിയിൽ നിന്ന് ആ മുറി പോയിരിക്കും. ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് വട്ടക്കളി, കൊതുക് കിടന്ന് കളിക്കണ പോലെ, പല്ലി കിടന്ന് റൂമിൽ കിടന്ന് കളിക്കണ പോലെ ഇവൻ ഒളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കിട്ടി പോകില്ല. പിന്നെ എങ്ങനെ പോകും? ഉപവാസവും പ്രാർത്ഥനയും കൂടെ അല്ലാണ്ട് ഈ വർഗം പുറത്തു പോകൂല. ഇവിടെ കേട്ട, ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. കർത്താവ് സർപ്പത്തെ അങ്ങോട്ട് ശപിച്ചു കളഞ്ഞത്. ശപിക്കപ്പെട്ടതായിരിക്കും എല്ലാ വന്യമൃഗങ്ങളുടെയും യുദ്ധത്തിന്റെ കന്നുകാലികളുടെ ഒക്കെ താഴെ നീ ശപിക്കപ്പെട്ടതായിരിക്കും. കർത്താവ് ദേഷ്യം കയറി സർപ്പത്തോട് പറയുന്നത്, നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. കർത്താവ് അവനെ ശപിച്ചു കളഞ്ഞു. ശാശി സർപ്പത്തെ ഇഴഞ്ഞു നടക്കുന്ന പൊടി തിന്നും. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ ഓരോ വാക്കും നമുക്ക് കേൾക്കുമ്പോൾ, ഈ വചനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ എബ്രായർ 4:12 ഇരുതല വാളായ വചനം നമ്മുടെ സന്ധി ബന്ധങ്ങളിൽ തുളച്ചു കയറി ഹൃദയത്തെ വിവേകിച്ചറിയുന്നതുമാകുന്നു. ജ്ഞാനം, അറിവ്, ബുദ്ധി, ജീവന്റെ വഴികളൊക്കെ തുറന്നു തരുന്നതാണ് കർത്താവിന്റെ വചനം. വചനത്തിൽ വിശ്വസിക്കണം, വചനം കേൾക്കണം. ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പല പ്രാവശ്യം പല ചാനലൊക്കെ എടുത്ത് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധ അമ്മ വരും, ദൈവമായ കർത്താവ് കടന്നു വരും. അവിടെ അനുഗ്രഹം ഉണ്ടാവും. ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയും വരില്ല, പരിശുദ്ധാത്മാവും വരില്ല. ഉണ്ടെന്ന് പറയും, വന്നെന്ന് പറയും, പോയി കഴിയുമ്പോൾ അറിയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. സോളമേന് സംഭവിച്ചത് സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കരുതി. പരിശുദ്ധാത്മാവനിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവൻ എന്തായി തീർന്ന്? ഒരു കുരങ്ങിനെ പോലെ ആക്കി കളഞ്ഞു അവർ, അല്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവേ, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.